നമുക്കിന്ന് ഒരു പാഴ്സലുണ്ട്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു വാച്ചാണ്, 2000 രൂപ താഴെയുള്ള വാച്ച്. തമ്മിലുണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ആദ്യം തന്നെ ഈ വാച്ച് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീൽസ് ആണ് തരുന്നത്. നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് തരുന്നുണ്ട് ഇത് കയ്യിൽ പിടിക്കുമ്പോൾ. നല്ലൊരു സുഖമുണ്ട് കയ്യിൽ പിടിക്കാനായിട്ട്. ഇതിൻ്റെ റബ്ബർ സ്ട്രാപ്പാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൻ്റെ സിമ്പിൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെ ആദ്യം തന്നെ തുടങ്ങാം. ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ്. നല്ലൊരു ബ്രൈറ്റ്നസ്സോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ നമുക്ക് 4 വാച്ച് ഫേസസ് ആണ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് ആപ്പ് യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യാനും ആഡ് ഓൺ ചെയ്യാനും എല്ലാതും സാധിക്കുന്നതാണ്. ഈ ഒരു വാച്ച് ഫേസ് ആണ് നമുക്ക് വാച്ച് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുണ്ടാവുക. എനിക്കിതായിരുന്നുണ്ടായിരുന്നത്, അത് ഞാൻ ചേഞ്ച് ചെയ്തതാണ്. നമുക്കിതിങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്കിഷ്ടമുള്ള വാച്ച് ഫേസസ് ചെയ്യാവുന്നതാണ്. ക്ലൗഡ് ബേസ് ആയിട്ടുള്ള ഒരു വാച്ച് ഫേസ് സിസ്റ്റമാണ്. ഇതിന് വരുന്ന ഒട്ടുമിക്ക വാച്ചുകൾക്കും വരുന്ന പോലെ തന്നെ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാണ്ട് തന്നെയാണ് വാച്ച് ഫേസുകളുടെ സിസ്റ്റം വരുന്നത്. ഇതിൽ നിന്ന് മുകളിലേക്ക് ആക്കാൻ, അതായത് അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഇതൊരു ക്രിക്കറ്റിൻ്റെ ഒരു സംഭവമാണ്. ക്രിക്കറ്റിൻ്റെ ലൈവ് സ്കോർ അറിയാനുള്ള ഒരു സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ ക്രിക്കറ്റായിട്ട് താല്പര്യമുള്ളവർക്ക്, ഇതിൻ്റെ സ്കോറൊക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ആപ്പിൽ കയറി അത് ഓണാക്കി ഇടാവുന്നതാണ്. എനിക്കത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട്, ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നോക്കുന്നത് മുകളിൽ നിന്ന് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ സെൻറ്ററാണ്. വളരെ മിനിമലായിട്ടുള്ള, നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ സെൻറ്ററാണ്. ഇതിൽ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഇട്ടുണ്ട്. 550 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ് വരുന്നത്. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്കിഷ്ടമാണ് വാച്ച്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത് IOD മോഡാണ്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അത് നമുക്ക് ഈ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് തന്നെ ഓപ്പൺ ആക്കാവുന്നതാണ്, അല്ലെങ്കിൽ സെറ്റിങ്സ് വഴി ഓപ്പൺ ആക്കാവുന്നതാണ്. പിന്നെയുള്ളത് അലാം സിസ്റ്റം, പിന്നെ DND മോഡ്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, പിന്നെ ഫോൺ ഫൈൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ്. IOD നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പ് ഷോർട്ടർ ആവുന്ന അവർ തന്നെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് കമ്പനി പറയണത് IOD മോഡ് യൂസ് ചെയ്യാണ്ട് നമ്മൾ ഈ വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ 6 to 8 days നമുക്ക് കിട്ടും എന്നാണ് കമ്പനി പറയണത്. എന്നാൽ നമ്മൾ IOD മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1 or 2 മാക്സിമം 1-2 ദിവസം നമുക്ക് കിട്ടും. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ്. ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്, എന്നാൽ അത്ര വേഗം ഡ്രെയിൻ ആവണില്ല, എന്നാലും ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. ഇത് രണ്ടാണ് നമുക്ക് വരുന്ന IOD മോഡുകൾ. ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും പിന്നെ അതുപോലെ തന്നെ അനലോഗും. രണ്ടും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാറ്ററി ഡ്രെയിൻ ആവും, ആ ഒരു പോരായ്മ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് ഈ സൈഡിലുള്ള റിംഗ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും റെക്കോർഡ്സും പിന്നെ ഹാർട്ട് റേറ്റ്, SpO2, സ്ലീപ്പ്, ബ്രീത്ത് ഇൻക്രീസ്, നോട്ടിഫിക്കേഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എല്ലാത്തിലേക്കും എത്തിച്ച് നോക്കണില്ല, കാരണം ഞാൻ എത്രയും കുറഞ്ഞ സമയത്ത് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ നോക്കാതെ ലാക്കാക്കണില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ പ്ലസ് യൂസർ റിവ്യൂ വേണമെങ്കിൽ, ഇതിപ്പോൾ വാച്ച് എൻ്റെ കിട്ടിയിട്ട് ആകെ ഒരു ദിവസമായിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ പ്ലസ് എൻ്റെ യൂസർ റിവ്യൂ ഇതറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിൻ്റെ വീഡിയോ ഒരു ദിവസം എന്തായാലും ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ലുക്കിൽ ഇപ്പോൾ എനിക്ക് വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം വിട്ടുപോയി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വാച്ചിൽ കോൾ ചെയ്യാനും സാധിക്കില്ല. നമുക്ക് വരുന്ന കോളുകൾ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനും ക്വിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. അത് മാത്രമേ കഴിയുള്ളൂ. പിന്നെ കോൾ ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും സാധിക്കില്ല. വരുന്ന നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ആപ്പ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം, നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ചെയ്യും. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയും പിന്നെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കാര്യങ്ങളോ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ തരുന്നതായിരിക്കും.